നമ്മൾ വാട്സപ്പിൽ എല്ലാവരും വോയിസ് കോളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. എങ്കിൽ നമ്മൾ സാധാരണ ഫോൺ കോളുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യാറുണ്ട്. എങ്കിൽ നമുക്ക് വാട്സപ്പിലെ കോളും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇതിനായി ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ആപ്ലിക്കേഷൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ആപ്പ് കോൾ റെക്കോർഡർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഇതേപോലെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെ കാണാം കോൾ റെക്കോർഡ് വാട്സപ്പ് എന്ന് കാണാം. അതിനുശേഷം ഇവിടെ ഒരു ഏറോ മാർക്ക് കാണാം. ഈ ഏറോ മാർക്ക് നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആപ്സെറ്റ് ആൻഡ് ടേംസ് ആൻഡ് സർവീസ് അവർ പല ടേംസ് ഓപ്ഷനൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ടേംസ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗ്രാൻഡ് പെർമിഷൻസ് കാണാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൽ ചോദിക്കുന്ന പെർമിഷൻ അലൗ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഇതിൽ കൊടുക്കുന്ന പെർമിഷനൊക്കെ അനേബിൾ ചെയ്ത് കൊടുക്കുക. അനേബിൾ സർവീസ് എന്ന് കാണാം. അനേബിൾ സർവീസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് കാണാം എസബിലിറ്റി ഈ ഒരു ഓപ്ഷൻ, ആ ഒരു എസബിലിറ്റി ഓപ്ഷൻ കാണാം. അത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ഡൗൺലോഡ് ആപ്പ് എന്ന് കാണാം. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ചോദിക്കുന്ന പെർമിഷനൊക്കെ നിങ്ങൾ ഇതേപോലെ നമ്മൾ ഓൺ ചെയ്ത് കോൾ റെക്കോർഡ് നിങ്ങൾ ഇതേപോലെ ഓൺ ചെയ്ത് കൊടുക്കുക. ചില ഫോണിലാണെങ്കിൽ ഇതേപോലെ ഓപ്ഷൻ കാണാം. റെഡ്മി ഫോണിലൊക്കെ ഇതൊക്കെ കാണാം. അതിന് യാതൊരു പ്രോബ്ലമില്ല. അതിൻ്റെ പെർമിഷൻ നിങ്ങൾ കൊടുക്കുക. ഇതൊരു പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷനാണ്. അതിൽ ക്ലിക്ക് മാർക്ക് കൊടുത്ത് ഓക്കെ കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഇതേപോലെ അനേബിൾ സർവീസ് എന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം കാണാം ഡിവൈസ് ആൻഡ് ആപ്പ് നോട്ടിഫിക്കേഷൻ കാണാം. അതിൽ കോൾ റെക്കോർഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ കോൾ റെക്കോർഡിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഓൾ നോട്ടിഫിക്കേഷൻ ആക്സസ് നിങ്ങൾ കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാം സ്കിപ്പ്, ഇതിൽ നിങ്ങൾ സ്കിപ്പ് മാർക്ക് കൊടുക്കുക. അതിനുശേഷം ഒരു പെർമിഷൻ കൊടുക്കുക. പെർമിഷൻ കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ആയിട്ട് ഇവിടെ കാണാം നോ കോൾ റെക്കോർഡ്സ് എന്ന് കാണാം. നോ കോൾ റെക്കോർഡ്സ്. അതിനുശേഷം നിങ്ങൾ ഈ മുകളിലത്തെ 3 ലൈൻസ് കാണാം. ഈ ലൈൻസ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ലൈൻസ് ക്ലിക്ക് ചെയ്യുന്ന സമയം എനേബിൾഡ് എന്ന് നിങ്ങൾക്ക് ഇവിടെ ഓൺ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. യാതൊരു സെറ്റിങ്സും പിന്നെ ഇല്ല. നിങ്ങളുടെ കോൾ ഓട്ടോമാറ്റിക് റെക്കോർഡാവും. ഇതിൻ്റെ ഒരു പോരായ്മ ഓട്ടോമാറ്റിക് റെക്കോർഡാവുന്ന നിങ്ങൾക്ക് ഏത് വരുന്നൊരു കോളും വാട്സപ്പിൽ വരുന്ന ഏതൊരു കോളും ഓട്ടോമാറ്റിക് റെക്കോർഡാവും. ഒരു വ്യക്തിയുടെ കോൾ മാത്രം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല. ഇത്ര മാത്രമാണ്. അതിനുശേഷം നിങ്ങൾ വാട്സപ്പിൽ നിങ്ങൾ കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് റെക്കോർഡ് ആവുന്നതായിട്ട് കാണാം. നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്കൊരു കോൾ ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്നൊരു കോൾ ചെയ്യുകയാണ്. വാട്സപ്പ് കോൾ ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് കാണാം ഞാനിപ്പോൾ കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ റെക്കോർഡായിട്ട് കാണാം. നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്താണ് സംസാരിച്ചത് ഇതേപോലെ നമുക്ക് വാട്സപ്പ് കോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ടെക് വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പൈനൂർ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക.